പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ഹോട്ടലുകളിൽ ഭക്ഷണ വിഭവങ്ങൾക്കും വില വർദ്ധിച്ചു. ഭക്ഷണം പാകം ചെയ്യാൻ ചിലവ് വർദ്ധിച്ചതോടെ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് ഉച്ചയൂണിനടക്കം വില കൂട്ടിയ ഹോട്ടൽ ഉടമകളുടെ വാദം. നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷണ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ മുമ്പോട്ട് പോകാനാവില്ലെന്ന് ഹോട്ടൽ സംഘടനാ നേതൃത്വവും പറയുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഹോട്ടൽ വ്യവസായം നിലവിൽ കടന്നു പോകുന്നത്. പാചകവാതക ക്ഷാമം രൂപം കൊണ്ടതോടെ ഹോട്ടലുകളുടെ പ്രവർത്തനം ആകെ താളം തെറ്റി. വിഭവങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. ചില ഹോട്ടലുകളുടെ പ്രവർത്തന സമയം കുറച്ചു. ചില കടകൾ പൂർണ്ണമായി അടച്ചു. ഉണ്ടായിരുന്ന തൊഴിലാളി പറഞ്ഞയക്കേണ്ടി വന്ന ഹോട്ടൽ ഉടമകളുമുണ്ട്. നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ ഏറെ പണിപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഗ്യാസ് ആണെങ്കിൽ ഹോട്ടലുകാർക്ക് കിട്ടുന്നില്ല, വീട്ടുകാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അടച്ചിടാൻ കഴിയില്ലാത്തതുകൊണ്ട് വിറകടുപ്പിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിറകും കിട്ടാൻ ഇന്നലെ 2 മില്ലിൽ പോയിട്ട് വിറകില്ല. പിന്നെ ഒരു കട പൊളിച്ചെടുത്ത് പോയി കുറേ ഫ്രൈ ഫുഡ് കിട്ടി. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ കഞ്ഞി സാമ്പാർ പായസം ബിരിയാണി എല്ലാം പുറത്തടുപ്പ് കൂട്ടി കൊടുക്കുന്നുണ്ട്. 2 മഴ കൂടെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പോകും. പാചകം ചെയ്യുവാനുള്ള ചിലവ് വർദ്ധിച്ചതോടെയാണ് ഉള്ള വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനം കൈക്കൊണ്ടതെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷണ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ മുമ്പോട്ട് പോകാനാവില്ലെന്ന് ഹോട്ടൽ സംഘടനാ നേതൃത്വവും പറയുന്നു. നമുക്ക് എല്ലാ ഐറ്റത്തിനും വില കൂട്ടാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഗ്യാസിനും കൂടി വില അമിതമായി വർദ്ധിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പ്രൈവറ്റ് ഗ്യാസുകളുടെ റേറ്റ് നേരത്തെ 1800 1900 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗ്യാസ് ഇപ്പോൾ മാർക്കറ്റിൽ 3000 രൂപ മുതലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പിടിച്ചു നിർത്താൻ പോകാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. നിലവിൽ ഏതെങ്കിലും വിധത്തിൽ പാചകവാതകം ലഭിക്കണമെങ്കിൽ വലിയ വില നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. വിറകിൽ വേവിക്കാനും ചിലവ് അധികമായി. ഹോട്ടലുകളിൽ ഈ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട ദിവസങ്ങൾ പിന്നിടുകയാണ്. പാചകവാതക ക്ഷാമം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടലിലേക്ക് പോകും. അതേസമയം ഹോട്ടൽ ഭക്ഷണത്തിന് വില വർദ്ധിച്ചാൽ സാധാരണക്കാരന് അത് അധിക സാമ്പത്തിക ബാധ്യതയാകും. സിറ്റി വിഷൻ, അടിമാലി.